അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയോധ്യയിലെത്തിയ യോഗി പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യും. രാമക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുമായും അദ്ദേഹം ചർച്ച നടത്തും. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നേരിട്ട് ശ്രീരാമ ജന്മഭൂമിയിലെത്തി ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. എന്തായാലും അവസാന വട്ടത്തിലാണ് ഈ ഒരുക്കങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുന്നു. ഇനി ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. അനു, 22-നാണ് രാമക്ഷേത്രത്തിൽ പവിത്രമായ വിഗ്രഹത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി അവസാനഘട്ട പ്രവർത്തനങ്ങൾ, അവസാനഘട്ട നടന്നുകൊണ്ടിരിക്കുന്ന തയ്യാറെടുപ്പുകൾ അദ്ദേഹം വിലയിരുത്തുന്നത്. രാമജന്മഭൂമിയിൽ ഇന്ന് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ താൽക്കാലിക ക്ഷേത്രത്തിൽ, നമുക്കറിയാം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് അയോധ്യയിലെ താൽക്കാലിക രാമക്ഷേത്രമുള്ളത്. അവിടെയാണ് ഇപ്പോൾ എത്തുന്ന രാമഭക്തർ രാംലല്ലയെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. അവിടെ എത്തി പ്രാർത്ഥിച്ച് പ്രത്യേക പൂജയും നടത്തിയ ശേഷം രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം ഈ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുമായി, ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരുമായി യോഗി ആദിത്യനാഥ് ചർച്ച നടത്തും. ഇത് കൂടാതെ അയോധ്യയിൽ നടക്കുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളും ഒപ്പം 22-ാം തീയതി നടക്കുന്ന മഹാപ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ കൂടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നടത്തും. ഓരോ ആഴ്ചയിലും അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായി എത്തുന്നുണ്ട്. കഴിഞ്ഞ 30-ന് പ്രധാനമന്ത്രിക്കൊപ്പം യോഗി ആദിത്യനാഥും റോഡ് ഷോയുടെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇത് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അയോധ്യയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങുന്നത്. അനു, ശരി.